കേരളം ആര് ഭരിക്കണമെന്ന് പ്രവാസികൾ തീരുമാനിക്കും. ഇതങ്ങനെ വെറുതെ പറയുന്ന ഒന്നല്ല. വോട്ടർ പട്ടികയിലെ കണക്കുകളൊക്കെ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകണോ അതോ ഇനിയൊരു പുതിയ സർക്കാർ അധികാരത്തിൽ വരണോ എന്ന് പ്രവാസികൾ വിചാരിച്ചാൽ തീരുമാനിക്കാൻ കഴിയും. SIR പൂർത്തീകരിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് 2,23,588 പ്രവാസി വോട്ടർമാരാണുള്ളത്. അതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ ഇവിടെയുള്ളവർക്ക് സാധിക്കും. ആ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുമെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രവാസികൾക്ക് കഴിയും. ഇതിൽ തന്നെ മലബാർ ജില്ലകളിലാണ് കൂടുതൽ വോട്ടർമാർ വരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ പ്രവാസി വോട്ടർമാർ വരുന്നത്, 57,678. കണ്ണൂരിലെ നോക്കുകയാണെങ്കിൽ 52,614. ഇനി മലപ്പുറത്താണെങ്കിലോ 39,000-ലധികം വിദേശ വോട്ടുകളുണ്ട്. ഇതുകൊണ്ട് എങ്ങനെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലെങ്കിലും ഫലത്തെ സ്വാധീനിക്കാൻ പറ്റും? കുറ്റ്യാടി, കോഴിക്കോട് കുറ്റ്യാടി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. 16,000-ലധികം വരും. ഇവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കുഞ്ഞാമ്മദ് കുട്ടി മാസ്റ്റർ ജയിച്ചത് വെറും 333 വോട്ടുകൾക്കാണ്. 1,745 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച് മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കണ്ണൂർ മണ്ഡലത്തിൽ 6,000-ലധികം പ്രവാസി വോട്ടുകളുണ്ട്. നാദാപുരത്ത് നിന്ന് വിജയിച്ച LDF സാരഥി EK വിജയൻ 3,500-ലധികം ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. ഈ മണ്ഡലത്തിൽ 12,000-ലധികം പ്രവാസി വോട്ടുകളുണ്ട്. ഇങ്ങനെ പല മണ്ഡലത്തിലും ഗൾഫിൽ നിന്ന് വോട്ടുള്ള പ്രവാസി നാട്ടിലെത്തി വോട്ട് ചെയ്താൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നതാണ്. 5,000-ലധികം പ്രവാസി വോട്ടുകളുള്ള 12-ലധികം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ചില മണ്ഡലങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള പോരാട്ടവും നടക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക് പ്രവാസികളുടെ വോട്ട് കൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആരൊക്കെ നാട്ടിലെത്തി വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവാസി വോട്ടുകൾ തേടി ഗൾഫിലേക്ക് വിമാനം കയറേണ്ടി വരും.